ആശുപത്രി ചികിത്സാ രംഗത്ത് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ച് ഹൈക്കോടതി. പണമോ രേഖകളോ ഇല്ല എന്നതിന്റെ പേരിൽ ഒരു രോഗിക്കും ജീവൻ രക്ഷാ പ്രാഥമിക ചികിത്സ നിഷേധിക്കരുത് എന്ന് കോടതി വ്യക്തമാക്കി. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ സുരക്ഷിതമായ മാറ്റം ആദ്യം എത്തിക്കുന്ന ആശുപത്രി ഉറപ്പാക്കണം. രോഗികൾക്ക് കൃത്യമായ ചികിത്സാ രേഖകൾ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ സുശ്രുത് അരവിന്ദ്, ധർമാധികാരി VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ ചില വ്യവസ്ഥകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ശരിവച്ചിരുന്നു. ഇതിനെതിരെ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുകയും കൂടുതൽ വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറിക്കൊപ്പം ECG, എക്സ്റേ, CT സ്കാൻ ഉൾപ്പെടെ എല്ലാ റിപ്പോർട്ടുകളും രേഖകളും രോഗിക്ക് കൈമാറണം. കൂടാതെ എല്ലാ ആശുപത്രികളിലും റിസപ്ഷൻ ഡെസ്കുകളിലും ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സേവന വിവരങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണം. സാധാരണയുള്ള ചികിത്സ, പാക്കേജ് എന്നിവയുടെ അടിസ്ഥാന നിരക്കുകളും ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അധിക ചെലവുകൾ വന്നാൽ അതിനെക്കുറിച്ച് രോഗിയെ മുൻകൂട്ടി അറിയിക്കണം. ആശുപത്രിയിലെ പ്രധാന സൗകര്യങ്ങൾ, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ ലഭ്യത, ലാബ് സൗകര്യങ്ങൾ, ആംബുലൻസ് സേവനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കണം. ആശുപത്രി ജീവനക്കാരുടെ സമഗ്ര വിവരം രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നൽകണം. ചികിത്സാ അഭാഗം, തട്ടിപ്പ്, വഞ്ചന എന്നിവയ്ക്കെതിരെ ഉപഭോക്തൃ കോടതിയിലും പോലീസിലും പരാതിപ്പെടാം. ഗുരുതര പരാതി ചീഫ് സെക്രട്ടറിക്കോ പോലീസ് മേധാവിക്കോ നൽകാം. എല്ലാ ആശുപത്രികളിലും പരാതി പരിഹാര സംവിധാനം വേണം. പരാതികൾ 7 ദിവസത്തിനകം തീർപ്പാക്കണം. തീർപ്പാക്കാത്തവ ജില്ലാ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് വിടണം.